നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 124ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഡോക്ടർ KM തരകനെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തെ മലയാള മനോരമയുടെ ഓഫീസിൽ വെച്ച് ഒരൊറ്റ തവണയെ ഞാൻ കണ്ടിട്ടുള്ളൂ. ചില കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നേരിൽ കാണുന്നത് ഒറ്റ തവണ മാത്രം. അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ ഓഫീസിലെ സ്റ്റാഫുകളും സെക്യൂരിറ്റി ചുമതല വഹിക്കുന്ന ഒരാളും എന്നോട് പറഞ്ഞു, ഇപ്പോൾ കാണാൻ പറ്റില്ല, നിങ്ങൾ പോയിട്ട് നാളെ വരും. വളരെ ഭവ്യതയോടെ അവിടുത്തെ ജേർണലിസ്റ്റെല്ലാം ഇരിക്കുന്ന ടേബിൾ അടുത്ത് ചെന്നു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ തരകൻ സാറിനെ ഒന്ന് കാണാനായിട്ട് വന്നതാണ്. നിങ്ങളോട് സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞില്ലേ ഇന്ന് കാണാൻ പറ്റില്ല, നാളെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നില്ലേ ഞാനും ഉണർന്നു. പ്രതികരണശേഷി നഷ്ടപ്പെടാതിരിക്കുന്നിടത്തോളം കാലം നമ്മൾ പറയുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യൂ, ഈ ഒരു കാർഡ് അദ്ദേഹത്തിൻ്റെ കയ്യിലൊന്ന് കൊണ്ടു കൊടുക്കൂ, എന്നിട്ട് ആവാം നമ്മുടെ സംസാരമൊക്കെ. അദ്ദേഹം എൻ്റെ വിസിറ്റിംഗ് കാർഡ് ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ തിരിച്ചു നോക്കി, രൂക്ഷമായിട്ടൊന്ന് നോക്കിയിട്ട് ആൾ ക്യാബിനിൽ ഇരിക്കുന്ന തരകൻ സാറിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു. അദ്ദേഹം ഉടനെ തന്നെ ക്യാബിനിൽ നിന്നും ഇറങ്ങി വന്ന്, വരണം ശരവൺ മഹേശ്വർ, ഞാൻ മറന്നിട്ടില്ല, വരൂ. ഞാൻ ഈ കാർഡ് കൊടുത്തു വിട്ട് അയാളെ ഒന്ന് രൂക്ഷമായി നോക്കിയിട്ട് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ മുറിയിൽ ചെന്ന് ചേർന്നു. വളരെ വിനയത്തോടുകൂടിയുള്ള പെരുമാറ്റം. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഒരു ഗ്ലാസ് വെള്ളം വേണം കുടിക്കാൻ, കുറേ ദൂരെ നിന്ന് വന്നതല്ലേ, ആവാമല്ലോ, ബുദ്ധിമുട്ടൊന്നുമില്ല പറഞ്ഞു. ഉടനെ എന്നെ ബില്ലടിച്ചു. ഒരാൾ വന്ന്, ചായയാണോ കുടിക്കുന്നത്, കോഫിയാണോ കുടിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഒന്നും വേണ്ട, കുറച്ച് ചൂടുവെള്ളം മതി. ഒരു 5-6 മിനിറ്റിനുള്ളിൽ ചൂടുവെള്ളം വന്നു. മേശപ്പുറത്തോണ്ട് വെച്ചു, ഇരിക്കൂ, കുറേ നേരമായി നിൽക്കുന്നല്ലോ, ഇരിക്കൂ. അതിൻ്റെ ഇടയ്ക്ക് തരകൻ സാർ 2-3 പേർക്കൊക്കെ ഫോൺ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം, ക്ഷമിക്കണം ശരവണ, ഒരു പത്രാധിപരെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ പറയുന്നവർക്ക് പറയാം, പത്രാധിപർക്ക് ജോലിയൊന്നുമില്ല എന്ന് പറയുകയാണെങ്കിലും ജോലി തിരക്കാണ്. എനിക്ക് ഓർമ്മയുണ്ട് ശരവണൻ എനിക്ക് അയച്ച കത്തുകളും ഒക്കെ. ആ നോവൽ പ്രസിദ്ധീകരിക്കുന്ന കാര്യത്തിനായിട്ടല്ലേ വന്നതെന്ന് ഞാൻ പറഞ്ഞാൽ, അതൊന്ന് ഞാൻ പ്രസിദ്ധീകരിച്ച് കണ്ടാൽ നന്നായി, ഒരു പുതിയ ട്രീറ്റ്മെൻറ്റിൽ എഴുതിയതാണ്. ഒന്ന് ആലോചിച്ചു. അല്പസമയത്തേക്ക് ഒന്നും മിണ്ടിയില്ല. ചില ഡയറികളും ചില പേപ്പർ കട്ടിങ്സും ചില പ്രൂഫുകളും ഒക്കെ അദ്ദേഹം ഒന്ന് മറിച്ച് നോക്കി. അപ്പോഴേക്കും ചൂടുവെള്ളം കുടിച്ചിട്ട് ഞാൻ ഇരുന്നപ്പോൾ, സാർ ഒരു സംശയം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. അല്ല, ഇവിടുത്തെ ഈ സെക്യൂരിറ്റിക്കാർക്ക് വിവരം കൂടിയിട്ടാണോ അതോ വിവരം കുറഞ്ഞിട്ടാണോ എന്നറിയില്ല, വരുന്ന ഒരു അതിഥേയന് എന്തിനാണ് വന്നത്, ഏതിനാണ് വന്നത്, ആരെ കാണാനാണ് വന്നത്, എന്ത് കാര്യത്തിനായിട്ടെന്നുള്ള ഒരു ജനറൽ ഇൻഫർമേഷൻ ചോദിക്കത്തക്ക രീതിയിലുള്ള ഒരു രീതികളൊന്നും ഇവിടെ ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ ഉച്ചത്തിലും ഇതും പറഞ്ഞു, എന്താ വല്ലതും സംഭവിച്ചോ? ഞമ്മൾ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല സാർ, ഞാൻ വന്ന് കയറി തരകൻ സാറിനെ കാണണം എന്ന് പറഞ്ഞപ്പോൾ, ഇന്ന് പോയിട്ട് നാളെ വരൂ എന്ന് പറയുമ്പോൾ, ഈ വരുന്നയാൾ എത്ര ദൂരെ നിന്നാണ് വരുന്നത്, ഇയാളുടെ ആവശ്യം എന്താണ് കാര്യം? ഒരു ജനറലായിട്ടുള്ളൊരു ചോദ്യോത്തര ആയിരുന്നെങ്കിൽ കുറച്ച് നന്നായിരുന്നേനെ.
മുഖത്തടിച്ച പോലെ പറഞ്ഞപ്പോഴൊരു വല്ലാത്തൊരു ഫീൽ മനസ്സിലുണ്ടായിരുന്നു. ഉടനെ തന്നെ എന്നോട് മറുപടി ഒന്നും പറയാണ്ട് കോളിംഗ് ബെല്ലിൽ അമർത്തി അവിടെ ഇരുന്ന ഒരു സ്റ്റാഫ് ഓടി വന്നു. ആ സെക്യൂരിറ്റിക്കാരനെ ഇങ്ങനെ വിളിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട സാർ, അദ്ദേഹം ഒരു മനുഷ്യൻ്റെ ജോലി കളയാൻ അല്ലെങ്കിൽ കളയിപ്പിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റി മോശമായിട്ട് പറയാൻ എളുപ്പമാണ്. പക്ഷെ നല്ലതെന്ന് പറയാനും നല്ലതെന്ന് വിലയിരുത്താനും കുറേ കാലം പിടിക്കും. അപ്പോൾ ഞാനെന്ന് പറയുന്നൊരു വ്യക്തി മൂലം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വിഷമങ്ങളും ദുരിതങ്ങളും എന്നോടുള്ള പകയും ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. പക്ഷേ ഒരാൾ വരുമ്പോൾ കുറഞ്ഞ പക്ഷം ഇങ്ങനെയെങ്കിലും ഒന്ന് ചോദിക്കുന്നത് നന്നായിരിക്കും എന്ന് കരുതിയാണ്. വിളിക്കേണ്ട സാർ ഒന്ന് 2-3 തവണ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാർ തലയിൽ ഒന്ന് കൈകൊണ്ട് ഒന്ന് ഉരസി, പറയൂ ശരവണ, എന്നോട് ക്ഷമിക്കൂ. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, ഇവിടുത്തെ അത് ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? സംശയങ്ങളൊന്നുമില്ല. ഇവിടുത്തെ ജേർണലിസ്റ്റുകൾക്ക് കുറച്ച് പക്വത കുറവുള്ളതുപോലെ തോന്നി. അതെന്താ അങ്ങനെ തോന്നാൻ കാര്യം എന്ന് ചോദിച്ചു. അടിക്കാൻ വരുന്നത് മാതിരിയാണല്ലോ ചോദിക്കുന്നത്. തരകൻ സാറിനെ കാണാൻ പറ്റില്ല, ഇപ്പോൾ അദ്ദേഹം തിരക്കിലാണ്. അപ്പോൾ എവിടുന്ന് വരുന്നു എങ്ങുന്ന് വരുന്നു സെക്യൂരിറ്റിക്കാരന് വിദ്യാഭ്യാസവും വിവേകവും ചിലപ്പം കുറയാം. ഇരിക്കുന്ന ജേർണലിസ്റ്റുകൾക്കും സ്റ്റാഫുകൾക്കും ഒരാൾ പ്രത്യേകിച്ച് പത്രാധിപരെ നേരിട്ട് കാണാൻ വരുമ്പോൾ വളരെ രൂക്ഷമായിട്ട് നോക്കുകയും ഒന്നും ചോദിക്കാതിരിക്കുകയും ചെയ്ത് ആ ഒരു ട്രീറ്റ്മെൻറ്റ് അത്ര സുഖകരമായിട്ട് തോന്നിയില്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അദ്ദേഹം വീണ്ടും ബെല്ലടിച്ചു. ആ നീല ഷർട്ടിട്ട ആളല്ലേ? ഞാൻ ഒന്നും ചോദിക്കേണ്ട സാർ, പരിപക്വമായ ഒരു മനസ്സ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഉടനെ തന്നെ അദ്ദേഹത്തെ വിളിച്ചു. അത് ഉടനെ തന്നെ അടുത്ത് വന്നു. എന്നെയും നോക്കി, തരകൻ സാറിനെയും നോക്കി. അപ്പം തരകൻ സാർ പറഞ്ഞു, ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളുടെ പേരെന്താണ്, അയാൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ള വിശദാംശമൊന്നും ചോദിക്കുന്ന പതിവൊന്നും ഇല്ല ഇവിടെ. ആ ആളൊന്നും മിണ്ടിയില്ല. ഞാൻ കത്തയച്ച ശേഷമാണ് ഇദ്ദേഹം എന്നെ കാണാൻ വരുന്നത്. പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്തു നിന്ന് വരുന്ന ഒരാളാണ്. അപ്പോൾ വരുന്ന ആളിനോട് എവിടെ നിന്നാണ് എന്താണ് എന്ന് ചോദിക്കേണ്ട ഒരു രീതിയില്ലേ സുഹൃത്തെ എന്ന് ചോദിച്ചപ്പോൾ അയാൾ വീണ്ടും എൻ്റെ മുഖത്ത് നോക്കി. ഇവിടെ തെറ്റ് സംഭവിച്ചതുപോലെ തോന്നി. ഞാൻ പറഞ്ഞു, ഒന്നും പറയണ്ട സാർ, ഇപ്പോൾ എനിക്കത് വല്ലാതെ തോന്നി. പക്ഷേ ഇനി വരുന്ന ആൾക്കാർക്കും ഇതുപോലൊരു അവസ്ഥയുണ്ടാകുന്നതിനോട് എനിക്ക് വിയോജിപ്പാണ് എന്ന് പറഞ്ഞു. പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. ആ നോട്ടത്തിലും ഭാവത്തിലും തന്നെ ഒരു വല്ലായ്മ തോന്നി. ആ ആൾ കടന്നുപോയി. അങ്ങനെ ഞങ്ങൾ വിശദാംശങ്ങളിലേക്ക് കവിത എഴുത്തിനെക്കുറിച്ചും കഥ എഴുത്തിനെക്കുറിച്ചും നോവലിനെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എൻ്റെ ഈ നോവലൊന്ന് മലയാളമനോരമ അക്ഷരപ്പതിപ്പിലൂടെ ഒന്ന് പ്രസിദ്ധീകരിച്ചാൽ വളരെ നന്നായി. ഞാൻ മാത്യു സാറിനോട് മാത്യു സാറിനോടും ഇതിനെക്കുറിച്ചിട്ടൊന്ന് സൂചിപ്പിച്ചിരുന്നു. ഒന്ന് അതേപ്പറ്റി ഒന്ന് ചിന്തിച്ചാൽ നന്നായി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ശരവണ, ഞാൻ അതേപ്പറ്റി നോക്കാം, ചിന്തിക്കുക. ഇതിൻ്റെ ഉള്ളടക്കം എന്താണ്, അതേക്കുറിച്ചിട്ടൊക്കെ അദ്ദേഹം സംസാരിച്ചു. അങ്ങനെ ഞാൻ അതിൻ്റെ കൈയെഴുത്ത് പ്രതി ഒരു വലിയ ബഞ്ച് പൊതിഞ്ഞ് അദ്ദേഹത്തെ ഏൽപ്പിച്ചു. എൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസും എല്ലാം എഴുതി കൊടുത്തു. അങ്ങനെ ഞാൻ പറഞ്ഞു, സാർ തിരക്കിട്ട സമയം അപ്പോൾ തന്നെ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. അരമണിക്കൂറോളമായി സാറുമായിട്ട് സംസാരിക്കുന്നതിന് ഒരുപാട് പേര് കാണാൻ വരുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ നേരം ഇരിക്കുന്നില്ല, ഞാൻ ഉടനെ പോകുന്നു സാർ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, അതിന് മുന്നേ അദ്ദേഹത്തെക്കുറിച്ച് ചിലവ ഇവിടെ സൂചിപ്പിക്കട്ടെ. 1930 ഒക്ടോബർ 6 പുത്തൻകാവിലാണ് ജനനം. 1952 ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്നും
ഇംഗ്ലീഷ് സാഹിത്യത്തിൽ MA ബിരുദം നേടി. അധ്യാപകനായി പിന്നീട് 1979 മുതൽ 1988 വരെ മലയാള മനോരമ ആഴ്ചപ്പതിപ്പിൻ്റെയും ഭാഷാഭൂഷണിയുടെയും പത്രാധിപരായിരുന്ന അദ്ദേഹം 1991 കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായി. നിരവധി കൃതികൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. 1975 കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2003 ജൂലൈ 15 73-ാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിൻ്റെ ഹൃദ്യമായിട്ടുള്ള പെരുമാറ്റമാണ്. ഒരു എഴുത്തുകാരനായി തീരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒത്തിരി പരിശ്രമവും ഒത്തിരി ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. ഞാനും കുറേയധികം പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എഴുത്തിൻ്റെ വശങ്ങളും എഴുത്തിൻ്റെ പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ കഴിയും. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ശരവൺ. ഈ നോവൽ ഞാൻ എന്തായാലും വായിച്ചു നോക്കാം. ഏത് വിധേനയാണെങ്കിലും ഇത് പ്രസിദ്ധപ്പെടുത്താൻ കഴിഞ്ഞാൽ പ്രസിദ്ധപ്പെടുത്താൻ ശ്രമിക്കാം. പ്രത്യേകിച്ച് കെ മാത്യു സാർ പറഞ്ഞതാണല്ലോ, ഇതിലൊരു ശ്രദ്ധ വേണം ഈ സൃഷ്ടിയെക്കുറിച്ചിട്ട് എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും വായിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിനൊരു മറുപടി കൊടുക്കണമല്ലോ. ഞാൻ പറഞ്ഞു, യുക്തി പോലെ ചെയ്യൂ സാർ. എന്നാലും എൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞു, പബ്ലിഷ് ചെയ്യാൻ പ്രസിദ്ധീകരിക്കാൻ യോഗ്യമാണെങ്കിൽ പ്രസിദ്ധീകരിച്ചാൽ മതി. അത് കഴിഞ്ഞ് അദ്ദേഹം ആ കെട്ടെല്ലാം അഴിച്ച് ഓരോരോ സെറ്റ്, ഓരോരോ അധ്യായങ്ങൾ അത്ര സൂക്ഷ്മമായി ഓരോ ഫയലാക്കിയാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 10-28 അധ്യായങ്ങൾ സിംഗിൾ പേജിലാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ വളരെ വൃത്തിയായും അടുക്കും ചിട്ടയോടും കൂടി ഏൽപ്പിച്ച ആ ഫയലുകൾ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത്രയും നല്ല രീതിയിൽ ഫയൽ ചെയ്ത് ഓരോരോ അധ്യായങ്ങളായി ഒരു എഴുത്തുകാരൻ്റെയും സൃഷ്ടി ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു സൂക്ഷിപ്പ് നല്ലതാണ്. എല്ലാ സൃഷ്ടികളും ഇങ്ങനെയൊക്കെയാണോ ചെയ്തു വയ്ക്കുന്നത്? ഞാൻ പറഞ്ഞു, അതെ സർ, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആരും ബുദ്ധിമുട്ടില്ല. കമ്പോസ് ചെയ്യുന്നവർക്കും ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെയാണല്ലോ ഓരോ പേജിലും എഴുതപ്പെട്ടിട്ടുള്ളത്. അതുപോലെ 18 വരികൾ ഓരോ പേജിലും. എന്തുകൊണ്ടും ഇതിൻ്റെ രീതികളെല്ലാം കൊള്ളാം. ഞാൻ വായിച്ചിട്ട് തീർച്ചയായും 2 ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ റിപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞു. ഇപ്പോഴത്തേക്ക് വേറെ 3-4 പേർ അദ്ദേഹത്തെ കാണാൻ വന്നു. അവരെ ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു, സാർ എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇരുന്നവരോട് പറഞ്ഞു, ഒരു വലിയ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നോവൽ മലയാള മനോരമ ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയുള്ള ഡിസ്കഷനിലായിരുന്നു ഞങ്ങൾ. എന്തായാലും നിങ്ങൾ ഇരിക്കൂ, ഞാനൊരു 10 മിനിറ്റിനകം വരാം എന്ന് പറഞ്ഞ അദ്ദേഹം എന്നോടൊപ്പം ക്യാബിന് പുറത്തു വന്നു. റോഡിലെത്തി ഞങ്ങൾ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നവർ പറഞ്ഞു, ഓട്ടോയെ വെയിറ്റ് ചെയ്യേണ്ട, ഞാൻ ഇവിടുത്തെ മലയാള മനോരമ ഓഫീസിൻ്റെ വണ്ടിയിൽ കോട്ടയം ബസ് സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് അദ്ദേഹം പോക്കറ്റിൽ നിന്ന് കുറച്ച് രൂപ, എത്രയാണെന്ന് പോലും ഓർമ്മയില്ല, അദ്ദേഹം എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഇരിക്കട്ടെ, എഴുത്തുകാർക്കൊക്കെ ബുദ്ധിമുട്ടാണെന്നറിയാം. ഞാൻ പറഞ്ഞു, വേണ്ട സാർ, വളരെ വിനയത്തോടു കൂടിയാണ് പറയുന്നത്. വല്ല കഥയോ കവിതയോ മറ്റോ പ്രസിദ്ധീകരിച്ച് അതിനൊരു കുറച്ച് പൈസ ഇട്ടാണെങ്കിൽ അതൊരു സന്തോഷം വേറെയാണ്. ഇത് സാറിനെ വന്ന് കണ്ടിട്ട് തിരിച്ചു മടങ്ങുമ്പോൾ ഇതുപോലെ എനിക്ക് കാശ് തരികയാണെങ്കിൽ ഇതുപോലെ എത്ര എഴുത്തുകാരാണ് ഇവിടെ വരുന്നത്. അപ്പോൾ സാറിൻ്റെ ശമ്പളം കംപ്ലീറ്റ് ഇതിന് കൊടുക്കാനേ കാണുള്ളൂ. സാർ കാശൊന്നും വേണ്ട സാർ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ മുഖം ഒന്ന് ചുവന്ന് തൊടുത്തു. മുഖമൊക്കെ ഒന്ന് തുടച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, എങ്കിൽ ശരി, ഞാൻ നിരുത്സാഹപ്പെടുത്തിയതല്ല, ഞാൻ മാക്സിമം ശ്രമിക്കും ഈ നോവൽ ഇതിലൂടെ പ്രസിദ്ധീകരിക്കാൻ. ഞാൻ എന്തായാലും വായിച്ചിരിക്കും, ഞാൻ വായിച്ചിട്ടേ മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ അവിടുത്തെ വണ്ടിയിൽ കയറിപ്പോകാൻ നേരം അദ്ദേഹം പറഞ്ഞു, തുടക്കം എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ്.
അപ്പോൾ എഴുതി തുടങ്ങുമ്പോഴേ ആരും വിശ്വസാഹിത്യകാരന്മാരാകുന്നില്ല. എഴുതിയതും എഴുതാത്തതും ഇനി എഴുതാൻ പോകുന്നതും വന്നതും നിന്നതും എല്ലാം ജീവിതത്തിൻ്റെ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നവയാണ്. അതുകൊണ്ട് ശ്രവൺ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഞാൻ 1-2 ആഴ്ചയ്ക്കുള്ളിൽ ഇതിന് റിപ്ലൈ തരാം എന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറ്റി എന്നെ വിട്ടു. വണ്ടിയിൽ കയറിക്കഴിഞ്ഞപ്പോൾ ഡ്രൈവർ എന്നോട് ഒരു ചോദ്യം, സാറേ കോട്ടയം ബസ് സ്റ്റേഷനിൽ വിടണോ, കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വിടണോ, എവിടെ വേണമെങ്കിലും വിടാം, എവിടെ പോകണമെങ്കിലും സാറിന് പോകാം. ഇന്നേ വരെ എന്നോട് ഇങ്ങനെ തരകൻ സാർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്നെ മാറ്റി നിർത്തി പറയായിരുന്നു, അദ്ദേഹത്തിനെ എവിടെ വിടണം അവിടെ കൊണ്ടുവിടാം, വിട്ട് അദ്ദേഹം ബസ് കയറി പോയ ശേഷമേ നിങ്ങൾ മടങ്ങി വരാവൂ, വളരെ കാര്യമായി തന്നെ പെരുമാറണം എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് സാറിനെ എവിടെ ഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എവിടെ ഡ്രോപ്പ് ചെയ്യാം. പിന്നെ ഞാനൊന്ന് ചിരിച്ചു. എന്നിട്ട് കോട്ടയം ബസ് സ്റ്റേഷനിൽ എന്നെ ഇറക്കി. ഞാൻ വീണ്ടും കാണാം എന്ന് പറഞ്ഞ് ബസ്സിൽ കയറി ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു 10-15 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തരകൻ സാറിൻ്റെ ഒരു കത്ത് വന്നു. മാന്യമിത്രമേ, ഈ നോവൽ ആഴ്ചപ്പതിപ്പിലൂടെ പ്രസിദ്ധീകരിക്കാൻ കഴിയാത്തതിൽ ഞാൻ ഖേദിക്കുന്നു. ഈ അവസരത്തിൽ മറ്റൊന്നും എനിക്ക് പറയാനില്ല. എഴുതുക, ധാരാളം എഴുതുക. തീർച്ചയായും നിങ്ങൾക്ക് മലയാള സാഹിത്യത്തിൽ ലബ്ധപ്രതിഷ്ഠ നേടാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കിഷ്ടപ്പെട്ടു നോവലിൻ്റെ പുതിയ ആഖ്യാന രീതി. 48 ഉദയവും 47 സമയവും എന്ന നോവലായിരുന്നു അത്. പക്ഷേ അത് ജനങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളും എന്നൊക്കെയുള്ള ചില ചിന്തകൾ എന്നെ അലട്ടുന്നു. എന്നോട് ദേഷ്യമൊന്നും തോന്നില്ലല്ലോ. ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ. സ്വന്തം തരകൻ എന്നെഴുതിയൊരു കത്താണ് എനിക്ക് ലഭിക്കുന്നത്. ഞാനിത് ഇവിടെ പറയാൻ കാര്യം, ഇത്രയും വലിയൊരു മനുഷ്യൻ എത്ര ഹൃദ്യമായിട്ടാണ് നമ്മോട് പെരുമാറിയത്, എത്ര ഉത്തരവാദിത്വത്തോടു കൂടിയാണ് അദ്ദേഹം എനിക്ക് കത്തയച്ചത്. എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ എങ്കിലും ചില വശങ്ങളാൽ അതിൽ പ്രസിദ്ധീകരിക്കാൻ കഴിയാത്തതിൽ ഖേദിക്കുന്നു. എന്നെഴുതി ഒരു കത്ത് എനിക്ക് അയക്കേണ്ട ഒരാവശ്യവുമില്ല. പക്ഷേ ഒരു എഴുത്തുകാരന് അയാളുടെ മനസ്സിനെ തിരിച്ചറിയാനുള്ളൊരു വലിയ കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ ഞാൻ കണ്ടില്ല. ഇന്നും ആ വ്യക്തിത്വവുമായിട്ടുള്ള അന്നത്തെ ആ കൂടിക്കാഴ്ച മനസ്സിലൂടെ മിന്നിമറയുന്നു. അദ്ദേഹം കാലത്തിലൂടെ കടന്നുപോയെങ്കിലും അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളും മലയാള സാഹിത്യത്തിൽ നിലനിൽക്കുന്നു എന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം.